ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ക്രിസ്മസ് അപ്പൂപ്പനെയും കൊണ്ട് എന്താണ് ഇങ്ങോട്ട് വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? യെസ്, ശ്രുതി ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി ഏത് എക്സാമാണ്? ക്രിസ്മസ് എക്സാം ആണ്, സെക്കൻഡ് ടേം എക്സാം ആണ് അല്ലേ? അതും അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് പരീക്ഷ എഴുതേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരണ്ടേ? തീർച്ചയായിട്ടും. എന്തായിരിക്കും ആ ഗിഫ്റ്റ്? പഠിച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന മക്കളാണോ നിങ്ങൾ? ചിലർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ചിലർ എവിടെയും തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ SCERT ചോദ്യങ്ങൾ ഇടുന്ന രീതിയൊക്കെ വേറെയാണല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കാണുമ്പോൾ ഇങ്ങനെ അന്താളിച്ച് നമ്മൾ നിൽക്കാറുണ്ട് ഇല്ലേ? യെസ്, നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ്. അപ്പം മലയാളത്തിലുള്ള ഒരു പരീക്ഷാ ചോദ്യം നിങ്ങളിതാ പിടിച്ചോളൂ. അതിന് മുൻപായിട്ട് 4ാം ക്ലാസ്സിലെ മക്കൾ എൻ്റെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കിതാ ഈ ഒരു പ്രാണയിൽ എൻ്റെ ഗെയിം ബാച്ച് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാലോ. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഇനിയും ജോയിൻ ചെയ്യാൻ മടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഇതുവരെ ഉള്ള പാഠഭാഗങ്ങളൊക്കെ ആനുവൽ എക്സാമിന് വരില്ലേ? ക്രിസ്മസ് എക്സാമോട് എക്സാം തീരുമോ? ഇല്ല അല്ലേ? അപ്പോൾ ആനുവൽ എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് നേടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു റിവിഷൻ ബാച്ചുമായിട്ടാണ് നമ്മുടെ പ്രാണ വന്നിരിക്കുന്നത്. സൈലത്തിൻ്റെ പ്രാണ എൻ്റെ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ 1175 രൂപയുള്ളൂ. ഇതാ താഴെ കാണുന്ന നമ്പറല്ലേ, ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക കേട്ടോ. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവരും നമ്മുടെ സൈലത്തിൻ്റെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനി 5ാം ക്ലാസ്സിലെ മക്കൾ എന്നെ കാണുന്നുണ്ടാവും അല്ലേ? അവർക്ക് ഏതാണ്? പൃഥ്വിയിലാണ് ഈ എൻ്റെ ബാച്ച് ഉള്ളത്. അപ്പോൾ അവർ പൃഥ്വി ബാച്ചിലും ജോയിൻ ചെയ്യുക. എല്ലാവരും പൃഥ്വി ബാച്ചിലും ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു റിവിഷൻ ബാച്ചിലേക്ക് നിങ്ങൾ വരിക. ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവും. ഇനി ഇന്നത്തെ ചോദ്യം പറഞ്ഞു തരാം കേട്ടോ. വർണ്ണന തയ്യാറാക്കുക. വർണ്ണന എന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണിക്കാനാണ്. എങ്ങനെയായി വർണ്ണിക്കുക? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വർണ്ണിക്കാം. ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് മഴ പെയ്താൽ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയിലുണ്ടാവും. അതിനെക്കുറിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മഴ പെയ്യുന്നൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ മാറ്റങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ എഴുതാൻ അറിയാം അല്ലേ? പക്ഷെ വർണ്ണിച്ചുകൊണ്ട് കുറച്ചുകൂടെ ഭാഷയൊക്കെ മനോഹരമാക്കി എഴുതാൻ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. വർണ്ണന തയ്യാറാക്കുക. സാധാരണ SCERT ഒക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഭാവനയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരട്ടെ, അല്ല ഉത്തരങ്ങളൊക്കെ വരട്ടെ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ എഴുത്തിൻ്റെ രീതിയൊക്കെ അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇടാറുള്ളത്. അപ്പോൾ വർണ്ണന തയ്യാറാക്കുക എന്ന് പറയുന്ന ചോദ്യം വളരെ എളുപ്പമാണ്. മഴ പെയ്താലുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ വർണ്ണിക്കുക. വിവരിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്തു, പിന്നെ മഴയ്ക്കൊപ്പം കാറ്റുമുണ്ടായിരുന്നു, ഇടിയുമുണ്ടായിരുന്നു എന്നൊക്കെ എഴുതാം. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് പ്രകൃതിയിലുണ്ടാകുന്ന ആ ഒരു മാറ്റത്തെക്കുറിച്ച് മനോഹരമായിട്ട് നിങ്ങൾ വർണ്ണിച്ചെഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് ടീച്ചർ പറഞ്ഞുതരാം. നമ്മളൊന്ന് നോക്കാം എന്തിനെക്കുറിച്ചാണ് നമ്മൾ വർണ്ണിക്കുന്നത്. മഴ പെയ്താലുള്ള മാറ്റത്തെക്കുറിച്ചാണല്ലേ. മഴ പെയ്താലുള്ള മാറ്റം വർണ്ണിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടാവും അല്ലേ? മഴ പെയ്താൽ എന്തൊക്കെയാ സംഗതികൾ എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞേരേ. ഇത് വരണ്ട മണ്ണിലേക്ക് പുതുമഴ നിറഞ്ഞു പെയ്തു. മഴ പെയ്തു അല്ലെ, പുതുമഴ പെയ്തു എന്ന് പറയുന്നതിന് പകരം ടീച്ചർ പറഞ്ഞത് വരണ്ട മണ്ണിലേക്ക്, അതുവരെ മഴ കിട്ടാത്ത മണ്ണിലേക്ക് പുതുമഴ നിറഞ്ഞു പെയ്തു. നനഞ്ഞ മണ്ണിൻ്റെ മണം എങ്ങും പരന്നു. നനഞ്ഞ മണ്ണിൻ്റെ മണം എങ്ങും പരന്നു. തണുത്ത കാറ്റ് അന്തരീക്ഷത്തെ ആകെ തഴുകിത്തലോടി. തണുത്ത കാറ്റ് അന്തരീക്ഷത്തെ ആകെ തഴുകിത്തലോടി. വേനൽ ചൂടേറ്റ് തളർന്നുറങ്ങിയ പുൽനാമ്പുകൾ. വേനലിൻ്റെ ചൂടേറ്റിട്ട് തളർന്നുറങ്ങുകയായിരുന്നു അതുവരെ പുല്ലുകളൊക്കെ. അതിനെയാണ് ടീച്ചറെ വേനൽ ചൂടേറ്റ് തളർന്നുറങ്ങിയ പുൽനാമ്പുകൾ പ്രസരിപ്പോടെ, നല്ല ഉഷാറോടെ, ഉന്മേഷത്തോടെ തല പൊക്കി.
പുല്ലുകൾക്കിടയിൽ നിന്നും പുൽച്ചാടികൾ എത്തി നോക്കി. അപ്പോൾ മഴ പെയ്തപ്പോൾ ഉണ്ടാകുന്ന മാറ്റം, പുൽച്ചാടികൾ വന്നു അല്ലെ, പുൽച്ചാടികളുടെ കരച്ചിൽ കേട്ടു, പുൽച്ചാടികൾ ചാടി വന്നു എന്ന് പറയുന്നതിന് പകരം പുല്ലുകൾക്കിടയിൽ നിന്നും പുൽച്ചാടികൾ എത്തി നോക്കി. ഇലകൾക്ക് വെള്ളത്തുള്ളികൾ പുതുജീവൻ നൽകി. ഇലകളുടെ മേലെ വെള്ളത്തുള്ളി, മഴ പെയ്ത ആ വെള്ളം ഉറ്റി നിൽക്കുന്നത്, അല്ലെങ്കിൽ മഴത്തുള്ളികൾ ഉറ്റി വീഴുന്നതിനെ പറ്റി എഴുതിയത് ഇലകൾക്ക് വെള്ളത്തുള്ളികൾ പുതുജീവൻ നൽകി. അതുവരെ ഒരു ജീവനില്ലാത്ത പോലെ വാടിക്കിടന്ന ഇലകൾക്ക് ഒരു പുതുജീവൻ നൽകി. പാറിപ്പറന്ന പക്ഷികൾ മരച്ചില്ലകളിൽ ചിറകൊതുക്കി. യാംപാറ്റകൾ അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു. മണ്ണും വിണ്ണും മഴത്തുള്ളികളാൽ നനഞ്ഞു വിറങ്ങലിച്ചു. മണ്ണും വിണ്ണും മഴത്തുള്ളികളാൽ എന്താണ് പറഞ്ഞത്? നനഞ്ഞു വിറങ്ങലിച്ചു. മണ്ണ് നമ്മുടെ മണ്ണ് അല്ലെ, വിണ്ണ് ആകാശവും മഴത്തുള്ളി പെയ്തതോടുകൂടി എന്താണ്? നനഞ്ഞു വിറങ്ങലിച്ചു. മനോഹരമായ ഒരു വർണ്ണനയായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്? വർണ്ണന തയ്യാറാക്കേണ്ടത്. പ്രകൃതിയിലെ കാഴ്ചകളെ കുറിച്ചാണെങ്കിലോ വയലേലകളും അതുപോലെ കളകളമൊഴുകുന്ന പുഴകളും പക്ഷികളുടെ ആ മനോഹരമായ പാട്ടും എല്ലാം ചേർന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? വർണ്ണിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പരീക്ഷാ ചോദ്യം ടീച്ചർ പറഞ്ഞു തന്നു. ഇനിയും പരീക്ഷാ ചോദ്യങ്ങളായിട്ട് ടീച്ചർ വരാം. അതുവരേക്കും ബൈ.